നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുർസിയിൻ്റെ വിശാലത, അതിൻ്റെ വലുപ്പം എന്താണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്സമാവാതു സബ്അ വൽ അർദൂന സബ്അ ഫി അൽ കുർസി ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫി അർദി ഫലാ. അള്ളാഹുവിൻ്റെ കുർസി, അവൻ്റെ പാദങ്ങൾ വെക്കുന്ന പാദപീഠം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്ക് മുകളിൽ അത് ഏതുപോലെയാണ്? കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫി അർദി ഫലാ. ഒരു വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം കൊണ്ടുപോയിട്ടാൽ ആ വളയം ആ മരുഭൂമിയിൽ എത്ര വലുപ്പമുണ്ട്? നിങ്ങൾ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം, അത് നിങ്ങളൊരു മരുഭൂമിയിൽ ഒരു വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയിട്ടാൽ ആ വള എത്രയാണോ ഉള്ളത് അത്രയാണ് ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കുർസിയിനെ അപേക്ഷിച്ചുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളതിൻ്റെ വലുപ്പം ആലോചിച്ച് നോക്കൂ. ഈ ഹദീസ് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. ഇത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത്ര വിശാലമായി ചിന്തിക്കുക എന്നത് ഒരിക്കലും ആ കാലഘട്ടത്തിൽ മനുഷ്യന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹയാണ് എന്നതിനുള്ള തെളിവാണിത്. ഇത്ര വിശാലമായി ചിന്തിക്കുക എന്ന് മനുഷ്യന് സാധിക്കുകയില്ല. നിങ്ങൾ എത്ര നിങ്ങളുടെ ഭാവനകൾ നിങ്ങൾ തുറന്നു വിട്ടോളൂ, നിങ്ങൾ പറയുന്ന വലുപ്പങ്ങൾ വളരെ കുറവായിരിക്കും. മനുഷ്യൻ അവൻ കണ്ടതിനനുസരിച്ചിട്ടേ പറയുള്ളൂ. അള്ളാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുർസി അള്ളാഹുവിൻ്റെ പാദപീഠം ആകാശഭൂമികളെ കുർസിയിന് മുകളിൽ വെച്ചാൽ അത് ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി വളയിട്ടതുപോലെയാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഭൂമിയുടെ വലുപ്പം?